നിഹാ, ദിസ് ഈസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. ഇന്നിപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല, പാട്ടിനെ കുറിച്ചാണ്. നമ്മുടെ പാട്ടിൻ്റെ ലോകത്തുനിന്ന് ഒരാളും കൂടി വിട പറഞ്ഞിരിക്കുകയാണല്ലേ, ജാനകി അമ്മ. ജാനകി അമ്മ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ മലയാളത്തിലേക്കാണെങ്കിലും പാട്ടിൻ്റെ ലോകത്തേക്ക് ാണ് പുള്ളിക്കാരി പോയത്. സങ്കടമുണ്ട്, കാരണം ഞാനൊരു പാട്ട് ആസ്വദിക്കുന്ന ആളാണ്, പാട്ട് പാടുന്ന ആളല്ല. നല്ല രീതിയിൽ ആസ്വദിക്കും. തമിഴായാലും കൊറിയൻ ആയാലും ഇംഗ്ലീഷ് ആയാലും ചൈനീസ് ആയാലും ഹിന്ദി ആയാലും മലയാളം ആയാലും ഏത് ലാംഗ്വേജ് എടുത്താലും അതിനകത്തെ പാട്ടുകൾ ഞാൻ കുറേ അധികം കേൾക്കുന്നുണ്ട്. കേട്ട് നല്ല വൈബ് സോങ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡാൻസ് കളിച്ച് നമ്മളെ ചില്ലടിക്കാറുമുണ്ട്. കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ പാട്ടിൻ്റെ ലോകത്തുനിന്ന് ഒരാളങ്ങ് വിട പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെതായ ആസ്വാദക എന്നുള്ള രീതിയിൽ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ പാട്ട് എന്ന് പറയുമ്പം നമ്മളിൽ പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ. ചില സമയത്ത് ചില്ലടിക്കാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവാനല്ലേ, ആ റിലാക്സ്ഡ് ആവാൻ ഒത്തിരിയധികം നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട്. ചിലർക്ക് ഫേവറേറ്റ് പാട്ട് ഗായകർ കാണും. എനിക്ക് മോസ്റ്റ്ലി മൈ ഫേവറേറ്റ് അജിത് സിംഗ്, പിന്നെ ശ്രേയ ഘോഷൽ, ഇവരൊക്കെയാണ്. പിന്നെ ഇപ്പം കൊറിയയിൽ കേൾക്കുന്നുണ്ട് BTS, K-popകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ ഭയങ്കര വൈബാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അവരെ ഇതാവുന്നത്. ഞാൻ ഭയങ്കര ചില്ലടിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ.